ആർ പ്രോഗ്രാമിംഗ് ക്ലാസ്സസ് അനോവ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിൽ വരുന്ന വൺ ഓഫ് ദ ടെസ്റ്റ് ആണ് അനോവ ടെസ്റ്റ്. ഓൾറെഡി നമ്മൾ Z ടെസ്റ്റും T ടെസ്റ്റും നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനും ഉള്ള ബേസിക് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് അനോവ ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. അനോവ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അനാലിസിസ് ഓഫ് വാരിയൻസ്, അതാണ് അനോവ, അനാലിസിസ് ഓഫ് വാരിയൻസ്. അത് അനോവ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ മീൻസ് ഓർ കമ്പോണൻസ് ത്രൂ സിഗ്നിഫിക്കൻറ്റ് ടെസ്റ്റ്. Z ടെസ്റ്റും T ടെസ്റ്റും പഠിച്ചവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഈ രണ്ട് ടെസ്റ്റിലും ഒന്നുകിൽ 2 ഗ്രൂപ്പ്സ് തമ്മിൽ ആണ്, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനും അതിൻ്റെ ഒരു ഗ്രൂപ്പും തമ്മിലൊക്കെയാണ് നമ്മൾ ഈ മീൻസ് തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഓർ മോർ മീൻസ്. രണ്ടിൽ കൂടുതൽ മീൻസുകളും കമ്പോണൻസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ അനോവ ടെസ്റ്റിലേക്ക് പോവുക. Thus, the researchers use this statistical method to test for differences between 2 or more means and to investigate general differences rather than specific ones among the means. അത് തമ്മിലുള്ള ജനറൽ ആയിട്ട് വരുന്ന ഡിഫറൻസ് എല്ലാം സെയിം ആണോ സെയിം അല്ലേ എന്നുള്ള ജനറൽ ഡിഫറൻസിലേക്കാണ് അത് കൂടുതലായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. It assesses the significance of one or more factors by comparing the response variable means at different factor level. Different factor levelൽ നമ്മൾക്ക് ഈ മീൻസിനെ കമ്പയർ ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ദാറ്റ് ഓൾ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. നമ്മൾ എടുത്ത എല്ലാ പോപ്പുലേഷൻസിന്റെയും മീൻ ഈക്വൽ ആണ് എന്നതാണ് നൾ ഹൈപ്പോത്തസിസ് വരിക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഏതെങ്കിലും ഒരു മീൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ടു ടെസ്റ്റ് വേരിയസ് നൾ ഹൈപ്പോത്തസിസ് അറ്റ് ദ സെയിം ടൈം. ഒരു സമയത്ത് തന്നെ നോർമലി Z ടെസ്റ്റും T ടെസ്റ്റും ആണെങ്കിൽ ഒരു നൾ ഹൈപ്പോത്തസിസേ ഉണ്ടാവുള്ളൂ. ഇവിടെ മോർ ദാൻ വൺ അല്ലെങ്കിൽ വേരിയസ് നൾ ഹൈപ്പോത്തസിസിനെ ഒരൊറ്റ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് അനോവ ടെസ്റ്റ് നമുക്ക് തരുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള അനോവ ടെസ്റ്റിലെ കാര്യങ്ങൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കാൽക്കുലേഷൻ പ്രൊസീജിയർ. നമ്മൾക്ക് കാൽക്കുലേഷൻസ് അത്യാവശ്യം വരുന്നുണ്ട്. Z ടെസ്റ്റിലും T ടെസ്റ്റിലും ആണെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആൽഫ ലെവലിൽ നമ്മൾ വാല്യൂ ബേസ് ചെയ്തിട്ട് Z സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ പോയിട്ട് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ചെക്ക് ചെയ്യും. അതിന്റെ ബേസിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാന്റെ ബേസിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത്. T ആണെങ്കിലും നമ്മൾ ആദ്യം Tയുടെ ഇത് കാൽക്കുലേറ്റഡ് T വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ബേസിൽ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുമ്പം ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഫൈൻഡ് ചെയ്തിട്ട് ദാറ്റ് ഇസ് n-1 ഫൈൻഡ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സിഗ്നിഫിക്കൻസ് ലെവലിൽ T സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ പോയിട്ട് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. അത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന ബേസിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. ഒന്ന് സമ്മറൈസ് ചെയ്തതാണ് വാട്ട് ഈസ് Z ടെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് T ടെസ്റ്റ്. ഇനി എന്തൊക്കെയാണ് കാൽക്കുലേഷൻസ് വരിക, അഥവാ നമ്മൾ Z-ലാണെങ്കിൽ ഒരു Z സ്റ്റാറ്റിസ്റ്റിക്സ് വാല്യൂ ആണ്, T ആണെങ്കിൽ T സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആണ്. ഇവിടെ നമുക്കൊരു F വാല്യൂ ആണ് കിട്ടുന്നത്. F സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണത്. ആദ്യം ഈ ടേബിൾ എന്താന്ന് പഠിക്കാം. അതിന്റെ ബേസിൽ ഒരു എക്സാമ്പിൾ കൂടെ വരുമ്പോൾ ടേബിളിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാൽക്കുലേഷൻ വരുന്നതെന്ന് നല്ലവണ്ണം ക്ലിയർ ആവും. അപ്പോൾ ഈ ടേബിളിൽ സോഴ്സ് ഓഫ് വേരിയേഷൻ നമ്മളപ്പം ബിറ്റ്വീൻ ഗ്രൂപ്പ് എറർ ടോട്ടൽ ഇങ്ങനെയാണുള്ളത്. ഇത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ചിലപ്പോൾ വിത്തിൻ ഗ്രൂപ്പ് എന്നും ചില ടേബിളിൽ കാണാം. രണ്ടും സെയിം തന്നെയാണ്. ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എറർ ടോട്ടൽ, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്, F വാല്യൂ. ഓക്കെ, അപ്പൊ ഇതിൽ സം ഓഫ് സ്ക്വയേഴ്സിൽ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണത് SSB, സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്, അഥവാ സമേഷൻ ഓഫ് NJ XJ ബാർ മൈനസ് X ബാർ ഹോൾ സ്ക്വയർ.
ഓക്കെ, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 ആണ്. K- എന്ന് പറയുമ്പോൾ K എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. നമ്മൾ പറഞ്ഞു നമ്മൾ മോർ ദാൻ 2 or more പോപ്പുലേഷൻസ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ 4 പോപ്പുലേഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ K വാല്യൂ എന്താണ്? 4 ആണ്. ഈ ഓരോ പോപ്പുലേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് സാമ്പിൾസ് എടുക്കുന്നുണ്ട്. ആ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ എ പോപ്പുലേഷൻ, ഈ പോപ്പുലേഷനിൽ എത്ര സാമ്പിൾ ഉണ്ട് അതാണ് N. ഇപ്പൊ ഇതിൽ 5 ആണെങ്കിൽ നോർമലി എല്ലാതും 5 ആവും. സെയിം ആവാനാണ് സാധ്യത, സെയിം അല്ലെങ്കിലും നോ പ്രോബ്ലം. അപ്പൊ അതാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സെയിം അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ N1 എന്ന് പറയും, ഇത് N2 എന്ന് പറയും, ഇത് N3 എന്ന് പറയും, ഇത് N4 എന്ന് പറയും. ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ നമ്മൾ N = 5 എന്ന് പറയും. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ K പോപ്പുലേഷൻ ഉണ്ട്, ഓരോ പോപ്പുലേഷനിലും 5 സാമ്പിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഒബ്സർവേഷൻ അപ്പൊ എന്താണ്? 5 × 4, അപ്പൊ 20 ഒബ്സർവേഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ആ ഒരു ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്നത് ഇങ്ങനെയാണ് വരിക. അതൊന്ന് ഓർത്ത് വെക്കുക, ഏതാണ് K, ഏതാണ് NN, ഏതാണ് ക്യാപിറ്റൽ N എന്നുള്ളത്. ഓക്കെ, നമ്മൾ അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കണ്ടുപിടിക്കണം. 2ഉം 3ഉം ഉണ്ട് അനോവ ടെസ്റ്റിൽ. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 എന്ന് പറയുമ്പോൾ K-1, നമ്പർ ഓഫ് പോപ്പുലേഷൻ -1. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഡിഗ്രി ഓഫ് ഫ്രീഡം 3, DF3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ -1. ഇനി നമ്മളെ സം ഓഫ് സ്ക്വയേഴ്സിന്റെ എറർ, സം ഓഫ് സ്ക്വയേഴ്സ് എറർ, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എറർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് 2 സമ്മേഷൻ ഉണ്ട്, x - xj ബാർ ഹോൾ സ്ക്വയർ. SST, ഇനി ടോട്ടൽ എന്ന് പറഞ്ഞാൽ SSB പ്ലസ് SSC ആണ്. ഇനി MSB എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയേഴ്സ്, ഇതിന്റെ മീൻ. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കുറെ വാല്യൂ ഉണ്ടാവും ഓരോ ഗ്രൂപ്പിനും, അതിന്റെ മീൻ ആണ്. അപ്പൊ SSB ഡിവൈഡഡ് ബൈ K-1 ആണ് MSB. MSC എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയേഴ്സ് ഡ്യൂ ടു എറർ, SSC ഡിവൈഡഡ് ബൈ N-K. അപ്പൊ നമുക്ക് MSBയും കിട്ടി, MSCയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ F വാല്യൂ MSB ഡിവൈഡഡ് ബൈ MSC. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കുന്നു എങ്ങനെയാണ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ് SSB കാണുന്നതെന്ന്, അഥവാ സിഗ്മ ഓഫ് NJ x ബാർ J മൈനസ് x ബാർ ഹോൾ സ്ക്വയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ J ബാർ എന്ന് പറഞ്ഞാൽ ഈസ് ദ മെയിൻ ഓഫ് Jth ഗ്രൂപ്പ്. കുറെ ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. അപ്പൊ 1, 2, 3 ആണെങ്കിൽ ഇതിന്റെ മീനാണ് ഇത്. ഓക്കെ, പിന്നെ X2 പറയുമ്പം അടുത്ത ഗ്രൂപ്പിന്റെ മീൻ, X3 പറയുമ്പോൾ ഇതിന്റെ മീൻ. ഇതിന്റെ ടോട്ടൽ മീനാണ് നമ്മളെ ഓവറോൾ മീൻ ഓഫ് NJ ഈസ് ദ സാമ്പിൾ സൈസ് ഓഫ് ദ J. X ബാർ ഈസ് ദ ഓവറോൾ മീൻ. ഇനി ഇതിന്റെ എല്ലാം കൂടെ, അപ്പൊ ഇതിന്റെ മീൻ കണ്ടുപിടിച്ചു നമ്മള് X1, ഇത് X2 ആൻഡ് ഇത് X3 ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ മീനാണ് നമ്മള് X ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NJ എന്ന് പറഞ്ഞാൽ സാമ്പിൾ, ആ ഒരു Jth സാമ്പിളിന്റെ സൈസ്. കുറെ ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ, അപ്പൊ Jth ഗ്രൂപ്പിന്റെ സൈസ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ Jth ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ X1 ബാർ പ്ലസ് X2 ബാർ പ്ലസ് X3 ബാർ എക്സെട്ര XJ ബാർ ഡിവൈഡഡ് ബൈ J ആണ് നമ്മുടെ ഓവറോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് SSB കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സ് SSC എന്ന് പറഞ്ഞാല് സമ്മേഷൻ ഓഫ് 2 സിഗ്മ ഉണ്ട്, x മൈനസ് xj ഹോൾ സ്ക്വയർ ആണ്. X refers to the data point in the Jth group. ഓരോ ഗ്രൂപ്പിന്റെയും ഒരു ഡാറ്റ പോയിന്റിനെയാണ് X കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ XJ എന്ന് പറഞ്ഞാൽ XJ ബാർ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ മീൻ. ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് SSC കിട്ടും. SST കാണണമെങ്കിൽ നേരത്തെ കണ്ട പോലെ SSBയും SSCയും കണ്ടിട്ട് അത് പ്ലസ് ചെയ്താൽ മതി. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കാണാനുള്ളത് K-1 ആണ്, നേരത്തെ നോക്കി. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 N-K ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 3 DF3 N-1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്തു? SSB കിട്ടി, SSC കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ നമുക്ക് ഇനി MSB കാണണമെങ്കിൽ SSB ഡിവൈഡഡ് ബൈ K-1, മീൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്. ഇനി മീൻ സ്ക്വയേഴ്സ് ഓഫ് എറേഴ്സ് കാണണമെങ്കിൽ MSC = SSC ഡിവൈഡഡ് ബൈ N-K. ഇനിയാണ് നമ്മൾ F സ്റ്റാറ്റിസ്റ്റിക്സ് വാല്യൂ കാണുന്നത്, അത് MSB ഡിവൈഡഡ് ബൈ MSC. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും, F എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഏതാണോ ഒരു ആൽഫ ലെവൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ബേസിൽ K-1 N-Kയും വെച്ചിട്ട് ഒരു ടേബിളിൽ പോയി കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ക്യാപിറ്റൽ F. ഇത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്നുകൂടെ പറയാനുണ്ട്. അപ്പൊ നമ്മൾക്ക്
വൺ വേ അനോവ ഉണ്ടാവും, ടു വേ അനോവ ഉണ്ടാവും. അത് നോക്കാം. അപ്പൊ വൺ വേ അനോവയിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ ക്ലിയർ ആവും. അപ്പോൾ ടു വേ അനോവ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ വൺ വേ അനോവ ഇസ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ദർ ഇസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് 3 or more ഗ്രൂപ്പ്സ്. അതിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? വൺ വേ അനോവ വിൽ ഹാവ് ഓൺലി വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ബേസിലാണ് വൺ വേ അനോവ ചെയ്യുക. ടു വേ എന്ന് പറയുമ്പോൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ബേസിലായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്താവും? നമുക്ക് കുറെ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ എല്ലാ മീനും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു മീൻ ഈക്വൽ അല്ല എന്നാണ് നമ്മൾ, എല്ലാ മീനും ഈക്വൽ അല്ല, ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് എന്നതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അങ്ങനെ നമ്മൾ അതിന്റെ എഫ് വാല്യൂ കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ആണെങ്കിൽ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ we are rejecting the null hypothesis. Conclude that the means of at least 2 groups are statistically significant. Means ഏതെങ്കിലും മിനിമം ഒരു ഗ്രൂപ്പിന്റെങ്കിലും മീൻസ് ഡിഫറെന്റ് ആണ് എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യും. ഇതാണ് വൺ വേ അനോവ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വൺ വേ അനോവ നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ ഒക്കെ നോക്കി വെച്ചിട്ട് അപ്പോൾ വൺ വേ അനോവ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിന്റെയും മീൻ കാണുന്നു. കാൽക്കുലേറ്റ് ദ ടോട്ടൽ മീൻ. ദിസ് ഇസ് ഡൺ ബൈ ആഡിങ് ദ ഓൾ മീൻസ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മീൻസ്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ SSB കാണുന്നു. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 4 is calculate between the groups degree of freedom. നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം DF1 കാണുന്നു. കാൽക്കുലേറ്റ് SSC കാണുന്നു. DF2 ഓൾസോ വി ആർ ഫൈൻഡിങ്. സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 7 is determine the MSB and MSC. അതിന്റെ ബേസിൽ നമ്മൾ F സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ DF1ഉം DF2ഉം ബേസ് ചെയ്ത് സിഗ്നിഫിക്കൻസ് ലെവലിൽ ആ ടേബിളിൽ പോയി നോക്കുന്നു. ഇഫ് F ഗ്രേറ്റർ ദാൻ F ആണെങ്കിൽ വി ആർ റിജക്ടിങ് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പൊ അത് സ്റ്റെപ്സ് നമ്മൾ നോക്കി. ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കാൻ പോവാണ്. 3 types of fertilizers are used on 3 groups of plants for 5 weeks. നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ 3 type of fertilizers ഉണ്ട്. ഫെർട്ടിലൈസർ 1, ഫെർട്ടിലൈസർ 2 ആൻഡ് ഫെർട്ടിലൈസർ 3. അത് 3 groups of plantsൽ നമ്മൾ 5 weeks ആയിട്ട് അപ്ലൈ ചെയ്യാണ്. വി വാണ്ട് ടു ചെക്ക് ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ മീൻ ഗ്രോത്ത് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും എങ്ങനെയെങ്കിലും ഡിഫറൻസ്, ആ ഫെർട്ടിലൈസേഴ്സിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫെർട്ടിലൈസർ ഇടുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വി വാണ്ട് ടു ഡു ദ അനോവ ടെസ്റ്റ്, വൺ വേ അനോവ ടെസ്റ്റ് അറ്റ് 0.05 സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പൊ നമ്മുടെ ആൽഫ എന്താണ്? 0.05. ഓക്കെ, ഇവിടെ നമ്മൾക്ക് 3 ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, 3 ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പൊ നമ്മുടെ K എന്താണ്? 3 ആയിരിക്കും. ഓരോ ഗ്രൂപ്പിലും നമ്മൾക്ക് 1, 2, 3, 4, 5, 6. ഓരോ ഗ്രൂപ്പിലും 6 ആണുള്ളത്. അഥവാ N എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എന്തായിരിക്കും? 6 into 3, ക്യാപിറ്റൽ N 18. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ്. ആദ്യം നമ്മൾ ജസ്റ്റ് ഓർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പൊ സൊല്യൂഷൻ എന്തായിരിക്കും? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ഇതിന്റെ എല്ലാം മീൻ ഈക്വൽ ആണ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അത് നോട്ട് ഈക്വൽ ആണ് എന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും 6 എൻട്രീസ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മീൻ കാണുന്നു. x1 bar 5. മീൻ എങ്ങനെയാ കാണുക? 6 + 8 + 4 + 5 + 3 + 4 ഡിവൈഡഡ് ബൈ 6 5 ആണ്. ഇതിന്റെ മീൻ കാണുമ്പോൾ ഇതിന് x2 bar. ഓക്കെ, x2 ബാർ അപ്പൊ എന്താണ്? 9 ആണ്. ഇപ്പൊ x3 ബാർ എന്താണ്? 10 ആണ്. ഇതെല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് മീൻ കാണുമ്പോൾ, ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മീൻ കാണുമ്പോൾ 10 ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ മീൻ അപ്പൊ എന്തായിരിക്കും? ഓവറോൾ മീൻ. ഇനിയിപ്പോ ഇതിന്റെ എല്ലാം കൂടെ മീൻ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ടോട്ടൽ ഓവറോൾ മീൻ കാണാൻ 5 + 9 + 10 ഡിവൈഡഡ് ബൈ 3. 1, 2, 3. അപ്പൊ ഇത് എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ 3 is 8. ഓക്കെ, സോ ദ ടോട്ടൽ മീൻ x bar equal to 8. ഓക്കെ, നമ്മൾക്ക് എല്ലാ ഗ്രൂപ്പിലും ഒരേ വാല്യൂ ആണുള്ളത്, ഒരേ നമ്പേഴ്സ് ആണുള്ളത്. സോ N1, N2, N3 ദാറ്റ് ഇസ് ദ സ്മോൾ n ഈക്വൽ ടു 6, K ഈക്വൽ ടു 3 ആണ്. 3 പോപ്പുലേഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ SSB എങ്ങനെയാ കാണുക? SSB നമ്മൾ പറഞ്ഞു summation of N J X J bar minus
എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ SSBയുടെ ഇക്വേഷൻ. അപ്പോൾ SSB നമ്മൾ ഇതെല്ലാം എല്ലാത്തിൻ്റെയും ഇതിങ്ങനെ സമ്മ ചെയ്ത് കാണുക ചെയ്യുക. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, NJ അഥവാ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിന് എത്ര നമ്പേഴ്സ് ഉണ്ട്, 6. അതിൻ്റെ മീൻ 5 മൈനസ് ഓവറോൾ മീൻ എത്രയാണ്, 8. 5 - 8 ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്നിൻ്റെ ആയി ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതിന് അടുത്തത് NX6 തന്നെയാണ്. ഇതിൻ്റെ മീൻ 9 ആണ്. 9 മൈനസ് ഓവറോൾ മീൻ 8 ഹോൾ സ്ക്വയർ പ്ലസ് 6 × 10 - 8 ഹോൾ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 84 ആണ്. അപ്പോൾ DF1 എന്താണ്, K-1. അപ്പോൾ നമുക്ക് SSBയും കിട്ടി, DF1ഉം കിട്ടി. അപ്പോൾ അതിന്റെ ബേസിൽ നമുക്ക് എന്ത് കാണാം, MSB കാണാം. അപ്പോൾ MSB എത്രയാണ്, നമ്മൾ അതിന്റെ ബേസിൽ നമുക്ക് MSB കാണാം. അപ്പോൾ നമുക്ക് SSB എത്രയാ കിട്ടിയിരുന്നത്, 84 ആണ്. MSB ഡിവൈഡഡ് ബൈ K-1 ആണ് SSB വരിക. അപ്പൊ K-1 എന്ന് പറയുമ്പോൾ 3 - 1 2. അപ്പൊ 84 ഡിവൈഡഡ് ബൈ 2 42 ആണ് MSB. ഓക്കെ, അതിന്റെ മുന്നേ നമുക്ക് SSCയും കൂടെ ഇനി കാണാം. SSC കാണുന്നത് എങ്ങനെയാണ്, സമ്മേഷൻ ഓഫ്, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്, x മൈനസ് xj ഹോൾ സ്ക്വയർ. ഓക്കെ, അഥവാ നമ്മള് ഓരോ ഗ്രൂപ്പിന്റെയും മീന് വെച്ചിട്ട് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സ് കണ്ടിട്ട് അതാണ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ടേബിൾ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മളുടെ ഫെർട്ടിലൈസർ 1ന്റെ എക്സുകളാണ് ഇതൊക്കെ, 6 8 4 5 3 4. അതിന്റെ മീനാണ് 5. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കാണേണ്ടത് ഓരോ x-5 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എക്സ് എത്രയാണ്, ഇപ്പോൾ 6 മൈനസ് 5 എത്രയാണ്, 6 - 5 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1. ഇനി ഇവിടെ 8 മൈനസ് 5 ആണ്. അപ്പൊ നമ്മൾ 3 കിട്ടും. അപ്പം 3യുടെ സ്ക്വയർ 9. ഇനി ഇവിടെ നമ്മൾ 4 ആണ്. 4 മൈനസ് 5 -1 ആണ്. അപ്പൊ -1ന്റെ സ്ക്വയർ 1. ഇനി 5 - 5 0, 0യുടെ സ്ക്വയർ 0. ഇനി 3 - 5 2, 2യുടെ സ്ക്വയർ -2, -2യുടെ സ്ക്വയർ 4. ഇവിടെ 4 - 5 -1, -1ന്റെ സ്ക്വയർ 1. അപ്പൊ ഇതെല്ലാം ഓരോന്നും മീന് വെച്ചിട്ട് ഡിഫറൻസ് കണ്ടു, അതിന്റെ സ്ക്വയർ കണ്ടു. ഇതിന്റെ ടോട്ടൽ അതാണ് ഇവിടെ പറയുന്നത്. ഇത് കണ്ടു, അതിന്റെയും ടോട്ടലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇവിടെ എത്രയാണ്, 1 + 9 + 1 + 0 + 4 + 1 16. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫെർട്ടിലൈസർ 1ന്റേത് കണ്ടു 16. അതുപോലെ ഫെർട്ടിലൈസർ 2ന്റെ മീൻ എത്രയാണ്, 9. അപ്പൊ ഓരോ എക്സ് വാല്യൂയും 9 മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്യാം. അപ്പം 8 - 9 -1 സ്ക്വയർ, അതെല്ലാം ഇങ്ങനെ മൈനസ് ചെയ്ത്, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഇങ്ങനെ മൈനസ് ചെയ്ത് എല്ലാം കാണുന്നു, അതിന്റെ ടോട്ടൽ കാണുന്നു, അതാണ് അടുത്ത ടേം SSBയുടെ. അപ്പോൾ നമുക്ക് 24 കിട്ടി. ഇനി ഇവിടെ 13 ആയിരുന്നു, 13 ആണ്, ഇതിന്റെ മീൻ 10 ആണ്. അപ്പൊ 13 - 10 ദാറ്റ് ഈസ് 3. 3 സ്ക്വയർ എത്രയാണ്, 9. 9 - 10 -1, -1ന്റെ സ്ക്വയർ എത്രയാണ്, 1. ആ രീതിയിലെല്ലാം കണ്ടു, ടോട്ടൽ ചെയ്താൽ നമുക്ക് 28 കിട്ടുന്നു. അപ്പൊ SSC എന്താണ്, അപ്പൊ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് അതെല്ലാം കൂടെ വീണ്ടും സം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ 16 + 24 + 28 = 68. അപ്പൊ SSC മൈനസ് നമ്മൾക്ക് എന്താണ്, n - k ആണ് കാണേണ്ടത്. SSE മൈനസ് n - k ആണ് നമ്മുടെ എന്ത്, MSE. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് SSC 68 കിട്ടി. n നമ്മുടെ 18 ആണ്. n എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, n × k. n ഇവിടെ എത്രയായിരുന്നു, 6, k 3 ആയിരുന്നു. അപ്പൊ നമ്മൾക്ക് 18 കിട്ടി. അപ്പൊ നമ്മൾ DF2 n - k ആണ്. 18 - 3 15. അപ്പൊ നമ്മൾ MSB നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. SSB നമുക്ക് എത്രയാ കിട്ടിയിരുന്നത്, 84 ആണ്. അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 ആണ്, ദാറ്റ് ഈസ് 2. 3 - 1 അത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 42 കിട്ടി. ഇവിടെ SSC ഡിവൈഡഡ് ബൈ DF2 68 ഡിവൈഡഡ് ബൈ 15 ചെയ്തപ്പോൾ 4.53 കിട്ടി. ഇനി ANOVA ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വാല്യൂ സ്മോൾ f എങ്ങനെയാ കാണുക, MSB ഡിവൈഡഡ് ബൈ MSC 42 ഡിവൈഡഡ് ബൈ 4.53 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9.33 കിട്ടും.
നമുക്കത് കിട്ടി. ഇനി നമുക്ക് ക്യാപിറ്റൽ എഫ് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എഫ് കണ്ടുപിടിക്കാൻ 0.05 സിഗ്നിഫിക്കൻസ് ലെവലിൽ DF1 is 2, DF2 is 15. അതിൽ ആ ടേബിളിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടണം. സോ അവർ ടേബിൾ ഇസ് ലുക്ക് ലൈക്ക് ദിസ്. അപ്പൊ നമ്മുടെ ആൽഫ എന്തായിരുന്നു? 0.05, DF1 equal to 2, DF2 equal to 15. അപ്പൊ നമ്മള് DF1 ഉണ്ട് ഇവിടെ, ഇത് സിഗ്നിഫിക്കൻസ് 0.5ന്റെ ടേബിളാണ്, എഫ് ടേബിളാണ്. DF1 ഇവിടെ, DF2. അപ്പൊ DF1 നമുക്ക് 2 ആണ്. അപ്പൊ 2ല് 15 വരുന്നത് 3.68. ഈ 3.68 ആയിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ നമുക്ക് കിട്ടി. നമ്മള് കണ്ടുപിടിച്ചത് എത്രയാണ്? 9.33. ഇപ്പോൾ ടേബിളിൽ നിന്ന് കിട്ടിയത് എത്രയാണ്? 3.68. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ? ഗ്രേറ്റർ ദാൻ. അപ്പൊ എങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വി ആർ റിജക്ടിങ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ മീൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. അപ്പൊ ഡിഫറെന്റ് ഫെർട്ടിലൈസേഴ്സ് വെച്ചിട്ടുള്ള അതിന്റെ ഗ്രോത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇങ്ങനെയാണ് അനോവ ടെസ്റ്റ് ചെയ്യാം. ആറില് ചെയ്യുന്ന ആ കുഞ്ഞൊരു ഫംഗ്ഷനേ ഉള്ളൂ. AOV എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ AOV എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ ഏത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ബേസിലാണ് ആ ഡാറ്റ സെറ്റിൻ്റെത്, ഏതിന്റെ ബേസിലാണ് നമുക്കത് കൊടുക്കേണ്ടത്, ആ ഡാറ്റ സെറ്റും കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടും. ഇങ്ങനെയാണ് ആറില് അനോവ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 1/n ANOVയിൽ AOV ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ക്രോപ്പ് ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞതിന്റെ സമ്മറി എടുക്കുകയാണ്. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ക്രോപ്പ് ഡോട്ട് ഡാറ്റ ഉണ്ട്, അതൊരു CSV ഫയൽ ഉണ്ടെങ്കിൽ അതിന്റെ ഈൽഡ് എന്ന് പറഞ്ഞ കോളത്തിന്റെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ബേസിൽ അതിന്റെ ഈൽഡും ഫെർട്ടിലൈസറും തമ്മിൽ നമുക്കൊരു അനാലിസിസ് നടത്തണമെങ്കിൽ ആ ഡാറ്റയും കൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1/way എന്ന് പറഞ്ഞൊരു ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടും. അത് സമ്മറി എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ട് ഫെർട്ടിലൈസർ, പിന്നെ ഒരു റെസിഡ്യൂവൽ എന്ന് കാണിക്കും, പിന്നെ സിഗ്നിഫിക്കൻസ് കോഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കാണിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, നമുക്കതൊന്ന് ആറിൽ നോക്കാം. നമ്മളിപ്പോ ആർ സ്റ്റുഡിയോയിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഒരു ക്രോപ്പ് ഡോട്ട് ഡാറ്റ നമ്മളൊരു CSV ഫയൽ റീഡ് ചെയ്യാണ്. റീഡ് ഡോട്ട് CSV ഈ ഒരു സിസ്റ്റത്തിൽ ക്രോപ്പ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ഒരു CSV ഫയൽ ഉണ്ട്. അപ്പൊ നമ്മളത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. അപ്പൊ അത് പ്രിന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ റിസൾട്ട് ഇപ്പൊ ഇങ്ങനെയായിരിക്കും. ഈ ഡാറ്റയിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോളം ഉണ്ട്, ഈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോളം ഉണ്ട്. ഓക്കെ, ഡെൻസിറ്റി, ബ്ലോക്ക്, ഫെർട്ടിലൈസർ, ഈൽഡ്, ഇതാണ് ആ ഡാറ്റ സെറ്റിലുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഈൽഡ് എന്ന് പറഞ്ഞാൽ ആ ഈൽഡ് ഫെർട്ടിലൈസറിന്റെ ബേസിൽ നമ്മൾ അനോവ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഈ ക്രോപ്പ് ഡോട്ട് ഡാറ്റയാണ് നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് ചെക്ക് ചെയ്യാനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് 1/way എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റ സെറ്റിലേക്ക് എടുത്തു. ഈ 1/way നമ്മൾ സമ്മറി 1/way എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇതായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റിസൾട്ടാണ് നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ റിസൾട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ റിസൾട്ട്. അപ്പൊ ഇതിൽ DF എന്ന് പറഞ്ഞ കോളം ഉണ്ട്, അഥവാ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഫ്രീഡം ഫോർ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്പർ ഓഫ് ലെവൽസ് ഇൻ ദ വേരിയബിൾ -1, അഥവാ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള DF1 ആണ്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ദ റെസിഡ്യൂവൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ റെസിഡ്യൂവൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ -1 and minus the number of levels in the independent variable. The total number of observation -1 and minus the number of levels in the independent variable. നമ്മുടെ ടോട്ടൽ ഒബ്സർവേഷൻ -1, അതിന്റെ കൂടെ നമ്പർ ഓഫ് ലെവൽസ്, ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എത്ര ലെവൽ ഉണ്ട് എന്ന് അതും കൂടെ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ 93 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതിന്റെ മൊത്തം ഫെർട്ടിലൈസറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞു, ബാക്കിയുള്ളതിന്റെ റെസിഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള എല്ലാതിനും കൂടെ ഇവിടെ കാണിക്കുന്നത്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ് സം ഓഫ് സ്ക്വയേഴ്സ്. നമ്മൾ നേരത്തെ നോക്കിയമാതിരി സം ഓഫ് സ്ക്വയർ 6.07 ആണ് ഈ ഫെർട്ടിലൈസറിന്റെ ബേസിൽ. ബാക്കി അതിന്റെ റിമൈനിങ് എല്ലാം കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മീൻ ഓഫ് സ്ക്വയർ ആണ് ഇത്. അതിന്റെ ബേസിൽ സം ഓഫ് സ്ക്വയേഴ്സും ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന F വാല്യൂ ആണ് 7.893. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇവിടെ മീൻ സ്ക്വയർ കിട്ടുന്നു, എഫ് വാല്യൂ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. പിന്നെ ഈ പി ആർ ഗ്രേറ്റർ ദാൻ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പി വാല്യൂ ഓഫ് ദ എഫ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മൾ ഈ നേരത്തെ എഫ് സ്റ്റാറ്റിസ്റ്റിക് പോലെ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ അത് ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ആണ് എന്ന് പറഞ്ഞാൽ അത് നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യാനോ ഡിഫറൻസ് എമംഗ് ഗ്രൂപ്പ് മീൻസ് വേർ ട്രൂ, അങ്ങനെ അത് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ റിസൾട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളത് 2 വേ ആണെങ്കിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2 വേ എന്ന് പറയുമ്പോൾ ഒരിട്ട് മെയിൻ ആയിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആവില്ല, മോർ ദാൻ 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതാവുമ്പോൾ നമ്മൾ ഈൽഡിനെ ഫെർട്ടിലൈസറിന്റെയും ഡെൻസിറ്റിന്റെയും ബേസിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, 2 വേ അനാലിസിസ് എന്ന് പറയും. അപ്പൊ 2 വേ അനാലിസിസ് ആകുമ്പോൾ ഫെർട്ടിലൈസറിന്റെയും കാണിക്കും, ഡെൻസിറ്റിയും കാണിക്കും, എന്നിട്ട് അതിന്റെ ബാക്കിയുള്ള റെസിഡ്യൂൾസും കാണിക്കും. അതിന്റെ വാല്യൂസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. എഫ് വാല്യൂ കാണിക്കുന്നുണ്ട്, ആൻഡ് ഗ്രേറ്റർ ദാൻ ആണോ എന്ന് നോക്കുന്നുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ആറിൽ നമുക്ക് റിസൾട്ട് കിട്ടുക. ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.